ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന റെസിപ്പീസിനകത്തൊക്കെ ഈ മാമ്പഴമുണ്ട്. കാരണം മാമ്പഴം സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. ഇന്ന് പക്ഷേങ്കിൽ ഒരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. 7 വയസ്സുകാരനായ നെയ്തൻ എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബറാണ്. നെയ്തൻ എന്നോട് റിക്വസ്റ്റ് ചെയ്തതാണ് അവക്കാഡോയും കൊണ്ടൊരു സ്മൂതി. ഒരു അവക്കാഡോ മാംഗോ സ്മൂതിയാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ്റ്റർ ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. പിന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പോൾ അവക്കാഡോയും മാംഗോയും എല്ലാം റെഡിയാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ മാങ്ങ കൂടുതൽ ചേർക്കുക, കുറവ് മതിയെങ്കിൽ അവക്കാഡോ കൂടുതൽ ചേർക്കുക. അതുകൊണ്ട് അതിന് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല, ഇഷ്ടം പോലെ ചെയ്യാം. അവക്കാഡോയ്ക്ക് സ്പെഷ്യൽ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാങ്ങയുമായിട്ട് അത് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യും. മിക്ക ഫ്രൂട്ടുമായിട്ടും അവക്കാഡോ ബ്ലെൻഡ് ആവും. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ സ്മൂതിക്ക് നല്ല മധുരം കാണത്തുള്ളൂ. പുളിയും മധുരവും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഈ സ്മൂതി ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ മാംഗോ ക്യൂബ്സ് ചെയ്തതിന് ശേഷം അത് ഫ്രീസ് ചെയ്തിട്ട് സ്മൂതി അടിച്ചാലും നല്ല ടേസ്റ്റാണ്. നല്ല ടെക്സ്ചർ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി അതല്ല, ഫ്രഷായിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഒരു ഐഡിയ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ മാങ്ങ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ സ്മൂതിക്ക് തണുപ്പും ഉണ്ടാവും. നമുക്ക് അവക്കാഡോ സ്കൂപ്പ് ചെയ്തത് ആദ്യമേ ഇടാം. പ്രോട്ടീൻ ഒരുപാടുള്ളതാണ് അവക്കാഡോ. ഇത് സാലഡിനകത്തും സ്മൂതിക്കകത്തുമൊക്കെ അവക്കാഡോ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി നമുക്ക് മാംഗോ പീസസ് ആവശ്യമുള്ള പോലെ ഇട്ടാൽ മതി. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഞാനിപ്പം കുറച്ച് കൂടുതലിടുകയാണ്. പാലാണ് ഒഴിക്കുന്നത്. ലോ ഫാറ്റ് മിൽക്ക്, അല്ലെങ്കിൽ ക്രീം മാറ്റിയ മിൽക്കാണ് ഞാൻ ഒഴിച്ചത്. ഫുൾ ക്രീം മിൽക്ക് ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് ഞാൻ അല്പം ലെമൺ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒന്ന് അടിച്ചതിന് ശേഷം ഒഴിക്കാം. കാര്യം പാലിനകത്തൊരു ഡയറക്റ്റ് നാരങ്ങാനീര് ഒഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ പാലിന് പകരം നമുക്ക് കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കാം. അവക്കാഡോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യൂബ്സായിട്ടൊക്കെ കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് സാധാരണക്കാട്ടിൽ കൂടുതൽ ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായെങ്കിൽ നമ്മൾ നാരങ്ങാനീര് ഒഴിക്കേണ്ട ആവശ്യമില്ല. പുളി കുറവാണ്, മധുരം മാത്രമേ ഉള്ളെങ്കിൽ ഒരല്പം നാരങ്ങാനീരോട് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്കതിലേക്ക് ഒരല്പം നാരങ്ങ നീരൊഴിച്ചു. ഒരു 3-4 ഫ്രഷായിട്ടുള്ള പുതിനയുടെ ഇലയും കൂടി ഇട്ടു. എന്നിട്ട് ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഡ്രിങ്ക് റെഡിയാണ്. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിനകത്തോടെ അങ്ങ് ഒഴിച്ചാൽ മതി, പിന്നെ കുടിച്ചാൽ മതി. നമ്മളിതിനകത്ത് ഷുഗറോ ഹണിയോ ചേർത്തിട്ടേ ഇല്ല. അത് നിങ്ങൾക്ക് മധുരം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മാംഗോ ക്യൂബ്സ് കൂടെ അതിനകത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അവക്കാഡോ മാംഗോ സ്മൂതി റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.